നമസ്കാരം. പ്രധാന വാർത്തകൾ. കുന്നംകുളം നഗരസഭയിൽ സ്ഥിരം സമിതി അധ്യക്ഷരെ തെരഞ്ഞെടുത്തു. 3 സ്ഥിരം സമിതികളിൽ അധ്യക്ഷരായി സിപിഐഎമ്മും 2 കോൺഗ്രസും വിജയിച്ചു. പൊതുമരാമത്ത്, വിദ്യാഭ്യാസം സ്ഥിരം സമിതികളിലേക്ക് ബിജെപി അംഗങ്ങൾ മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. നഗരസഭാ ഭരണത്തിൽ സിപിഐഎം കോൺഗ്രസ് ധാരണയെന്ന് ആരോപിച്ച് ബിജെപി പ്രതിഷേധം. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ SDPI അംഗത്തിന് കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണ. വികസന സ്ഥിരം സമിതിയിലേക്കുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ SDPI അംഗം ഷഹീദിനെ 4 കോൺഗ്രസ് അംഗങ്ങൾ വോട്ട് ചെയ്തു. പ്രതിഷേധവുമായി ഒരംഗം വിട്ടുനിന്നു. കലയോടൊപ്പം വിദ്യാഭ്യാസവും ഒരുമിച്ച് കൊണ്ടുപോയെങ്കിൽ മാത്രമാണ് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് നടൻ ശിവജി ഗുരുവായൂർ. പുനേർകുളം അമൽ സ്കൂളിൽ തൃശൂർ സഹോദയ സ്കൂൾ കോംപ്ലക്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ കിഡ്സ് ഫെസ്റ്റ് വർണ്ണാഭം. വാർത്തകൾ വിശദമായി. കുന്നംകുളം നഗരസഭയിൽ സ്ഥിരം സമിതി അധ്യക്ഷരെ തെരഞ്ഞെടുത്തു. 3 സ്ഥിരം സമിതികളിൽ അധ്യക്ഷരായി സിപിഐഎമ്മും 2 കോൺഗ്രസും വിജയിച്ചു. പൊതുമരാമത്ത്, വിദ്യാഭ്യാസം സ്ഥിരം സമിതികളിലേക്ക് ബിജെപി അംഗങ്ങൾ മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. വ്യാഴാഴ്ച രാവിലെ 10:30 നഗരസഭാ കൌൺസിൽ ഹാളിൽ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്കാണ് ആദ്യം തിരഞ്ഞെടുപ്പ് നടന്നത്. ചെമ്മണ്ണൂർ നോർത്ത് വാർഡിൽ നിന്നുള്ള സിപിഐഎമ്മിലെ പുഷ്പ ജോൺ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് ക്ഷേമകാര്യ സ്ഥിരം സമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ശാന്തിനഗർ വാർഡിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം മിനി മോൺസിയും, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആർത്താറ്റെ ഈസ്റ്റ് വാർഡിൽ നിന്നുള്ള മിഷ സെബാസ്റ്റിനും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. പൊതുമരാമത്ത് സ്ഥിരം സമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അയ്യമ്പറമ്പ് വാർഡിൽ നിന്നുള്ള സിപിഐഎം അംഗം ടി സോമശേഖരനെതിരെ തെക്കേപ്പുറം വാർഡിൽ നിന്നുള്ള ബിജെപി അംഗം ശ്രീജിത്ത് ആവേൻ മത്സരിച്ചുവെങ്കിലും 1-നെതിരെ 3 വോട്ടുകൾ നേടിയ സോമശേഖരൻ വിജയിച്ചു. കോൺഗ്രസിലെ ഷാജി ആലിക്കൽ വോട്ട് അസാധുവാക്കി. അവസാനം നടന്ന വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കുറുക്കൻപാറ വാർഡിൽ നിന്നുള്ള ആർഷ ജിജുവിനെതിരെ കാവലക്കാട് വാർഡിൽ നിന്നുള്ള ബിജെപി അംഗം ഗീത ശശി മത്സരിച്ചു. ആർഷയ്ക്ക് 3 വോട്ടും ഗീതയ്ക്ക് 2 വോട്ടും ലഭിച്ചു. ടൌൺ വാർഡിൽ നിന്നുള്ള കോൺഗ്രസിലെ ബീന ബാബു വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. സ്ഥിരം സമിതി അധ്യക്ഷരായി തെരഞ്ഞെടുക്കപ്പെട്ടവരെ ചെയർപേഴ്സൺ സൌമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, സ്ഥിരം സമിതികളിലെ അംഗങ്ങൾ തുടങ്ങിയവർ അനുമോദിച്ചു. തുടർന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥിരം സമിതി അധ്യക്ഷരായ പുഷ്പ ജോൺ, മിനി മോൺസി, മിഷ സെബാസ്റ്റ്യൻ, ടി സോമശേഖരൻ, ആർഷ ജിജു എന്നിവരെ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, കൌൺസിലർമാർ, സിപിഐഎം നേതാക്കൾ തുടങ്ങിയവർ ചേർന്ന് ഓഫീസ് മുറികളിലേക്ക് സ്വീകരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായി തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ആർഷ ജിജു ഒഴികെയുള്ളവർ മുൻ ഭരണസമിതികളിൽ കൌൺസിലർമാരായും സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായും പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. കുന്നംകുളം നഗരസഭയിലെ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സിപിഐഎം കോൺഗ്രസ് ധാരണയെന്ന് ആരോപിച്ച് ബിജെപി പ്രതിഷേധം. സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങൾ സിപിഐഎമ്മും കോൺഗ്രസും ചേർന്ന് പങ്കിട്ടെടുത്തുവെന്ന് ആരോപിച്ചാണ് ബിജെപി കൌൺസിലർമാർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെയായിരുന്നു പ്രതിഷേധം. തെരഞ്ഞെടുപ്പിൽ പരസ്പരം മത്സരിച്ചവർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇന്ത്യ മുന്നണിയായി മാറിയെന്നാണ് ബിജെപി ആരോപണം. എന്നാൽ ബിജെപി വാദങ്ങളെ സിപിഐഎം തള്ളി. ചെയർമാൻ, വൈസ് ചെയർമാൻ സ്ഥാനങ്ങൾ കഴിഞ്ഞാൽ സിപിഐഎമ്മിന് 16 അംഗങ്ങളാണുള്ളതെന്നും അതുപ്രകാരം 3 സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനമാണ് സിപിഐഎമ്മിന് ലഭിക്കുകയുള്ളൂ എന്നും വൈസ് ചെയർമാൻ PG ജയപ്രകാശ് പറഞ്ഞു. സിപിഐഎം ആർക്കും വോട്ട് ചെയ്യുകയോ ആരുടെയും വോട്ട് സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത പരാജയത്തിന്റെ നാണക്കേടിൽ നിന്നും ബിജെപി കരകയറിയിട്ടില്ലെന്നും ജയപ്രകാശ് വ്യക്തമാക്കി. പ്രതിഷേധം 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 ബിജെപിയുടെ പ്രതിഷേധം നിങ്ങളറിഞ്ഞോ നാട്ടാരെ സന്നിഗ്ധം മറ്റ് തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മും കോൺഗ്രസും പങ്കിട്ടെടുത്തു. നാണമില്ല സിപിഎം, നാണമില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അനാവശ്യമായ ചില ആരോപണങ്ങളുമായി ബിജെപി എന്ന രാഷ്ട്രീയ പാർട്ടി രംഗത്ത് വന്നിരിക്കുകയാണ്. കുന്നംകുളം നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗങ്ങൾക്കും സിപിഐഎമ്മിൻ്റെ അംഗങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല. മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അംഗങ്ങളായിട്ടുള്ള കൗൺസിലർമാരുടെയും വോട്ട് CPM അംഗങ്ങളും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സാധ്യതകൾക്കനുസരിച്ച് കൊണ്ട് കിട്ടാവുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം കുന്നംകുളത്ത് 18 കൗൺസിലർമാരാണുള്ളത്. അതിൽ ചെയർമാൻ, വൈസ് ചെയർമാനും കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 16 സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൗൺസിലർമാരാണ് CPIഎമ്മിനുള്ളത്.
ആ 16 കൗൺസിലർമാരെ ഉൾക്കൊള്ളാവുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി മാത്രമേ CPIM ലഭിക്കുകയുള്ളൂ എന്നെല്ലാവർക്കും അറിയാം. ആ കണക്ക് പ്രകാരമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഇപ്പോൾ CPIM ലഭിച്ചിരിക്കുന്നത്. അത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ തീരുമാനപ്രകാരം പ്രധാനപ്പെട്ട ആളുകളെ ഞങ്ങൾ അതിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായി തീരുമാനിക്കുകയും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ചൊവ്വന്നൂരിൽ കോൺഗ്രസ് SDPI ബന്ധം മറനീക്കി പുറത്ത്. കോൺഗ്രസ് അംഗങ്ങൾ SDPIക്ക് വോട്ട് ചെയ്തു. പ്രതിഷേധിച്ച് കോൺഗ്രസ് അംഗം വിട്ടുനിന്നു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് SDPI ബന്ധം മറനീക്കി പുറത്ത്. വികസനകാര്യ സ്ഥിരം സമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനായി നടന്ന വോട്ടെടുപ്പിൽ SDPI അംഗത്തിന് കോൺഗ്രസ് അംഗങ്ങൾ വോട്ട് ചെയ്തതോടെയാണ് നീക്കുപോക്ക് വ്യക്തമായത്. നേതൃത്വത്തിന്റെ ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഒരു കോൺഗ്രസ് അംഗം വോട്ടെടുപ്പ് ബഹിഷ്കരിക്കുകയും ചെയ്തു. വികസന സ്ഥിരം സമിതിയിലേക്കുള്ള അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ SDPI അംഗം ഷഹീദിനാണ് 4 കോൺഗ്രസ് അംഗങ്ങൾ വോട്ട് ചെയ്തത്. സ്വന്തം പാർട്ടിയിലെ 2 വോട്ടുകളും കോൺഗ്രസിന്റെ 4 വോട്ടുകളും ചേർന്ന് ഷഹീദിന് 6 വോട്ടുകൾ ലഭിച്ചു. എന്നാൽ SDPIയുമായുള്ള കൂട്ടുകെട്ടിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി 7ാം വാർഡംഗമായ കോൺഗ്രസ് പ്രതിനിധി ഐശ്വര്യ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. മുമ്പ് നടന്ന പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ SDPI തിരിച്ച് കോൺഗ്രസിനെയും സഹായിച്ചിരുന്നു. SDPI വോട്ടുകളുടെ ബലത്തിൽ വികസനകാര്യ, ആരോഗ്യ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ LDFിൽ നിന്നും കോൺഗ്രസ് പിടിച്ചെടുത്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ 14ാം വാർഡ് മെമ്പർ ലിസി ജോയ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് പൂശപ്പള്ളി വാർഡ് മെമ്പർ ജിഷ അനിലുമാണ് വിജയിച്ചത്. ഇരുവർക്കും കോൺഗ്രസിന്റെ 5 വോട്ടുകൾക്കൊപ്പം SDPIയുടെ 2 വോട്ടുകൾ കൂടി ലഭിച്ചതോടെ ആകെ 7 വോട്ട് വീതം ലഭിക്കുകയായിരുന്നു. LDF സ്ഥാനാർത്ഥികളായ MK സുജിഷയ്ക്ക് വികസനകാര്യം, MK രതിക്ക് ആരോഗ്യം, വിദ്യാഭ്യാസം സ്ഥിരം സമിതികളിൽ 6 വോട്ടുകൾ വീതമാണ് ലഭിച്ചത്. അതേസമയം SDPI വിട്ടുനിന്ന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ LDF ഭരണം നിലനിർത്തി. ഇവിടെ മാന്തോപ്പ് വാർഡ് മെമ്പർ ഷഹർബാൻ 6 വോട്ടുകൾ നേടി വിജയിച്ചു. എതിർ സ്ഥാനാർത്ഥിയായ കോൺഗ്രസിലെ ഐശ്വര്യയ്ക്ക് 5 വോട്ട് മാത്രമാണ് ലഭിച്ചത്. 3 തിരഞ്ഞെടുപ്പുകളിലും BJP വിട്ടുനിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. കുന്നംകുളം ലാൻഡ് അക്വസിഷൻ തഹസിൽദാർ രാജേഷ് വരണാധികാരിയായിരുന്നു. കലയോടൊപ്പം വിദ്യാഭ്യാസവും ഒരുമിച്ച് കൊണ്ടുപോയെങ്കിൽ മാത്രമാണ് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് നടൻ ശിവജി ഗുരുവായൂർ. പുന്നേർകുളം അമൽ സ്കൂളിൽ തൃശൂർ സഹോദയ സ്കൂൾ കോംപ്ലക്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ കിഡ്സ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പലപ്പോഴും സ്കൂൾ കലോത്സവ വേദികളിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ഒട്ടുമിക്ക പ്രതിഭകളെയും പിന്നീട് ഈ രംഗത്ത് കാണുന്നില്ല. പലപ്പോഴും ഇത്തരക്കാരെ തുടർന്ന് കാണുന്നത് ഗൾഫ് നാടുകളിൽ ഏതെങ്കിലും പരിപാടികളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രമാണ്. ഇതിന് പ്രധാന കാരണം കലകൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നത് തന്നെയാണ്. ഇത് അനുഭവത്തിലൂടെ പഠിച്ച ആളാണ് താനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒപ്പനയായാലും തിരുവാതിരയിൽ ഏതൊരു കലയായാലും തന്നെ അവർ ജീവിതത്തിലേക്ക് അങ്ങോട്ട് കാലെടുത്ത് വയ്ക്കുമ്പോൾ അവർ മുന്നോട്ടുള്ള ജീവിതത്തിനെ തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ നേർ അനുഭവസ്ഥനാണ് ഞാൻ. നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്കത് വേറെ മേഖലയിലേക്ക് കടന്നു പോകാൻ പറ്റില്ല. മറ്റ് പല ജോലികളിലേക്ക് പ്രവേശിച്ചെങ്കിലും വീണ്ടും ഇതിലേക്ക് തന്നെ തിരിച്ച് പിടിച്ച് വലിച്ചു കൊണ്ടുവരുന്നൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ അന്ന് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സഹപാഠികളൊക്കെ തന്നെ പലരും വലിയ വലിയ ഡോക്ടർമാരായിട്ടുണ്ട്, എൻജിനീയർമാരായിട്ടുണ്ട്, കളക്ടർമാരായിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു സഹപാഠി, എൻ്റെ ഒപ്പം ഇരുന്ന് പഠിച്ച കുട്ടി. ഞാനന്ന് പഠിക്കാൻ അത്ര എടുക്കണം എന്നല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ഒപ്പം ഒരു അറിയപ്പെടുന്ന ജോലിയിലേക്കൊന്നും പ്രവേശിക്കാൻ പറ്റിയിട്ടില്ല. സഹോദയ പ്രസിഡന്റും മുഖ്യ രക്ഷാധികാരിയുമായ ഡോക്ടർ ദിനേശ് ബാബു അധ്യക്ഷത വഹിച്ചു. അമൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ അലി പഷ്ണത്തിൽ ആമുഖ പ്രഭാഷണം നടത്തി. പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി, SSCT വൈസ് പ്രസിഡന്റ് സജീവ് കുമാർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി. വാർഡ് മെമ്പർമാരായ ദേവകി ശ്രീധരൻ, അഡ്വക്കേറ്റ് മുഹമ്മദ് റയീസ്, അക്കാഡമിക് അഡ്വൈസർ ഡോക്ടർ IP അബ്ദുൾ റസാഖ്, PTA പ്രസിഡന്റ് ഷഹീർ, SST എക്സിക്യൂട്ടീവ് മെമ്പർ PK മുസ്തഫ തുടങ്ങിയവർ സംബന്ധിച്ചു. അമൽ പ്രിൻസിപ്പൽ നാലകത്ത് അബ്ദുൾ ഗഫൂർ സ്വാഗതവും SSCT ജോയിന്റ് സെക്രട്ടറി വസന്ത മാധവൻ നന്ദിയും പറഞ്ഞു. ജില്ലയിലെ പ്രമുഖ CBSE സ്കൂളുകൾ മാറ്റുരയ്ക്കുന്ന വിജ്ഞാന കലാമാമാങ്കത്തിനാണ് അമൽ സ്കൂൾ വേദിയായത്. അത്യാധുനിക രീതിയിലുള്ള 22-ൽ പരം വേദികളിലായി 300-ലധികം കുരുന്നുകളാണ് മത്സരാർത്ഥികളായി എത്തിയത്. LKG, UKG ക്ലാസുകളിലെ കുരുന്നുകൾ 1ാം കാറ്റഗറിയിലും 1ഉം 2ഉം ക്ലാസുകളിലെ കുരുന്നുകൾ 2ാം കാറ്റഗറിയിലുമായാണ് വിവിധ ഇനങ്ങളിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സമ്മാനങ്ങളും വിതരണം ചെയ്തു.
പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലിന് യാത്രാമൊഴി പൂനെയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. ഇന്ത്യയിലെ അടിസ്ഥാന പരിസ്ഥിതിവാദത്തിന് രൂപം നൽകിയ ശാസ്ത്രജ്ഞനാണ് മാധവ് ഗാഡ്ഗിൽ. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണത്തിനു വേണ്ടിയുള്ള ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നിരവധി വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സംസ്കാരം പൂനെയിലെ വൈകുണ്ഠ ശ്മശാനത്തിൽ നടത്തി. ഗുരുവായൂർ താമരയൂരിൽ ബൈക്കും സൈക്കിളും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. സൈക്കിൾ യാത്രക്കാരൻ കാവീട് സ്വദേശി താഴത്ത് മോഹൻ, ബൈക്ക് യാത്രക്കാരൻ കാവീട് വടക്കൻ വീട്ടിൽ ജസ്റ്റിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. താമരയൂർ സെന്ററിൽ വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ എക്സ് പ്രവർത്തകർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൂണ്ടൽ ലേഡി ഇമ്മാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിൽ പുതുതായി നിർമ്മിച്ച സ്റ്റേജിന്റെ ഉദ്ഘാടനം നടന്നു. CMC നിർമ്മല പ്രൊവിൻസ് മദർ സുപ്പീരിയർ സിസ്റ്റർ സാലി പോൾ സ്റ്റേജിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് അധ്യക്ഷയായി. ചൂണ്ടൽ സെന്റ് തോം ചർച്ച് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു. കേരള സംസ്ഥാന മുന്നോക്ക കമ്മീഷൻ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സെബാസ്റ്റ്യൻ ചൂണ്ടലിനെയും ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ പൂർവ്വ വിദ്യാർത്ഥി സിസ്റ്റർ ആൻവിയെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശൈല പുഷ്പാകരൻ, അനീഷ് ആന്റണി, പ്രധാനാധ്യാപിക സിസ്റ്റർ മരിയ ഗ്രേസ്, സിസ്റ്റർ ശുഭ ചാക്കോ, ജിജി ടീച്ചർ, AK ഷക്കീർ, സിമി ബിജു എന്നിവർ സംസാരിച്ചു. 2026 ഗ്രാമകം നാടകോത്സവവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തവും ആകർഷകവുമായ പ്രചരണ പരിപാടികൾ നടത്തുവാൻ സംഘാടക സമിതി തീരുമാനിച്ചു. ഏപ്രിൽ 8 മുതൽ 12 വരെ വേലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് നാടകോത്സവം നടക്കുക. സംഘാടക സമിതി യോഗത്തിൽ വിവിധ കമ്മിറ്റികളുടെ ചെയർമാൻ, കൺവീനർ എന്നിവർ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. തികച്ചും പരിസ്ഥിതി സൗഹാർദ്ദമായ രീതികളാണ് പ്രചരണത്തിന് ഉപയോഗിക്കുക. മരമെഴുത്ത് പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ജനുവരി 11 ഞായറാഴ്ച രാവിലെ 9-ന് നാടകോത്സവത്തിന് വിളംബരം കുറിച്ചുകൊണ്ട് സമൂഹ ചിത്രരചന നടക്കും. വേലൂർ RSRV ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തൊരുക്കുന്ന വലിയ ക്യാൻവാസിൽ പ്രശസ്ത ചിത്രകലാകാരന്മാർ ഉൾപ്പെടെ ആബാലവൃദ്ധം ജനങ്ങൾ തങ്ങളുടേതായ സൃഷ്ടികൾ രചിക്കുകയും കയ്യൊപ്പ് ചാർത്തുകയും ചെയ്യും. വീട്ടുമുറ്റ നാടകങ്ങൾ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും സാമൂഹിക മാധ്യമങ്ങൾ വഴി വ്യത്യസ്ത പ്രചരണ രീതികൾ ഒരുക്കാനും തീരുമാനിച്ചു. ചെയർപേഴ്സൺ P. കൃഷ്ണദാസ്, ജനറൽ കൺവീനർ AN സോമനാഥൻ, പ്രബലൻ വേലൂർ, പ്രശോഭ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരിയിൽ നടക്കുന്ന കുടുംബശ്രീ 13ാമത് ദേശീയ സരസ് മേള തുടങ്ങി 5 ദിനങ്ങൾ പിന്നിടുമ്പോൾ കച്ചവട കണക്കുകൾ മേളയുടെ വിജയഗാഥയായി മാറുന്നു. മെഗാ ഫുഡ് കോർട്ടിൽ നിന്നും മാത്രം 51,51,610 രൂപയുടെ വിറ്റുവരവാണ് കുടുംബശ്രീ സംരംഭകർ സ്വന്തമാക്കിയത്. ദിവസേന ഉയരുന്ന ഉപഭോക്തൃ തിരക്കും സ്ഥിരമായ വിൽപ്പനയും സരസ് മേളയെ സാമ്പത്തികമായി ശക്തമായ വേദിയാക്കി മാറ്റുകയാണ്. അട്ടപ്പാടിയിൽ നിന്നുള്ള തനത് ചിക്കൻ വിഭവമായ വനസുന്ദരി വൻ ഹിറ്റായതോടെയാണ് വിറ്റുവരവിൽ കുതിപ്പ് രേഖപ്പെടുത്തിയത്. ആവശ്യക്കാർ കൂടിയതോടെ ചൊവ്വാഴ്ച മുതൽ വനസുന്ദരിക്ക് മാത്രമായി ഒരു കൗണ്ടർ കൂടി തുറന്നു. ഫുഡ് കോർട്ടിനൊപ്പം ഉൽപ്പന്ന പ്രദർശന വിപണന സ്റ്റാളുകളിലും മികച്ച വിൽപ്പനയാണ് നടക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നെത്തിയ കുടുംബശ്രീ സംരംഭകരുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾക്കും ഭക്ഷ്യവിഭവങ്ങൾക്കും ഒരുപോലെ ആവശ്യക്കാരുണ്ട്. ശേഷിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ വ്യാപാര നേട്ടങ്ങളിലേക്ക് നീങ്ങുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകരും സംരംഭകരും. സരസ് മേള ഞായറാഴ്ച സമാപിക്കും. ചാലിശ്ശേരിയിൽ നടക്കുന്ന കുടുംബശ്രീ സരസ് മേളയിലെ മെഗാ ഭക്ഷ്യമേളയിൽ പച്ചപ്പിന്റെ രുചി പകർന്ന അട്ടപ്പാടി വനസുന്ദരിക്ക് തിരക്കേറി. രുചിയുടെ അപൂർവതയും ആരോഗ്യ സൗഹൃദ സ്വഭാവവും ഒരുമിച്ച് ചേരുന്ന ആദിവാസി വിഭവത്തിന് ആവശ്യക്കാർ കൂടിയതോടെ മേളയിൽ 2ാമത്തെ സ്റ്റാളും ആരംഭിച്ചു. അട്ടപ്പാടി കൂക്കംപാളയം ആദിവാസി ഉന്നതിയിലെ കുടുംബശ്രീ അംഗങ്ങളാണ് വനസുന്ദരി തയ്യാറാക്കുന്നത്. പച്ചനിറത്തിന്റെ പുതുമയോടെ തീന്മേശയിലെത്തുന്ന വനസുന്ദരി അട്ടപ്പാടി ആദിവാസി ഉന്നതികളിലെ തനത് വിഭവമാണ്. മസാലപ്പൊടികളൊന്നും ചേർക്കാതെ പച്ചക്കുരുമുളകും കാന്താരിയും പാലക്കിലയും മല്ലിയും പുതിനയും കാട്ടുജീരകവും മറ്റ് പ്രത്യേക പച്ചിലകളും ചേർത്തരച്ച കൂട്ടിലേക്കാണ് വേവിച്ച ചിക്കൻ ചേർക്കുന്നത്. തുടർന്ന് കല്ലിൽ വെച്ച് പൊള്ളിച്ച് ചതച്ചെടുക്കുന്ന ഈ വിഭവം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതായാണ് ഉപഭോക്താക്കളുടെ അഭിപ്രായം. അട്ടപ്പാടി ഉന്നതികളിൽ കൃഷി ചെയ്യുന്ന കോഴിജീരകമാണ് വനസുന്ദരി ചിക്കന്റെ പ്രധാന രുചിരഹസ്യം. ഒരു പ്ലേറ്റിന് 200 രൂപയാണ് വില. റെസ്റ്റോറന്റുകളിൽ ലഭ്യമല്ലാത്ത ഈ അപൂർവ രുചി അനുഭവിക്കാനായി ദിനം തോറും സന്ദർശകരുടെ തിരക്ക് വർദ്ധിച്ചു വരികയാണ്. ചാലിശ്ശേരിയിൽ നടക്കുന്ന സരസ് മേളയിൽ ഉണങ്ങിയ മരത്തെ പുതുജീവൻ നൽകി അജയൻ ചാലിശ്ശേരിയുടെ കലാസൃഷ്ടി കൗതുകമാകുന്നു.
ദേശീയ കുടുംബശ്രീ സരസ്സുമേള നടക്കുന്ന മുലയംപറമ്പത്ത് മൈതാനത്തിന്റെ പ്രധാന കവാടത്തിൽ റോസാപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന മരം സന്ദർശകരുടെ കണ്ണും മനസ്സും ഒരുപോലെ കവരുകയാണ്. മേളയിൽ കടന്നുവരുന്ന ഓരോരുത്തരെയും കൗതുകത്തോടെയും അത്ഭുതത്തോടെയും വരവേൽക്കുന്ന ഈ വേറിട്ട കലാസൃഷ്ടി 2024 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിലെ കലാസംവിധാന അവാർഡ് ജേതാവായ അജയൻ ചാലിശ്ശേരിയുടേതാണ്. സരസ്സുമേളയിലെ പ്രധാന പവലിയനുകളുടെ കവാടങ്ങൾ ഡിസൈൻ പ്രൊഡക്ഷൻ ചുമതലയും അജയനായിരുന്നു. മൈതാനത്ത് ഉണങ്ങി നിൽക്കുകയായിരുന്ന ഒരു മരത്തെ അതേപടി സംരക്ഷിച്ചുകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടുവെന്ന് തോന്നിച്ച മരത്തിന് നിറവും സൗന്ദര്യവും ആത്മാവും പകർന്ന ഒരു കലാസൃഷ്ടിയായി അജയൻ ആ മരത്തെ മാറ്റുകയായിരുന്നു. ഓർഗാമി തുണികൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഏകദേശം 600 റോസാപ്പൂക്കൾ മരത്തിന്റെ ഓരോ ചില്ലകളിലും സൂക്ഷ്മമായി കമ്പിയിൽ ചുറ്റിപ്പിടിപ്പിച്ചാണ് അലങ്കരിച്ചത്. കൂടാതെ വർണ്ണത്തുണിയിൽ പൊതിഞ്ഞ പഞ്ഞികൾ മരക്കൊമ്പുകളിൽ തൂക്കിയതോടെ കാഴ്ചയ്ക്ക് കൂടുതൽ ചാരുത വന്നു. മരത്തറയ്ക്കായി GI പൈപ്പിൽ ഇരിപ്പിടം ഒരുക്കിയതോടെ ഈ സൃഷ്ടിക്ക് വേറിട്ട ഒറിജിനാലിറ്റിയും സന്ദർശകർക്ക് ഇരിക്കാനുള്ള സൗകര്യവും ലഭിച്ചു. പൂക്കൾക്കൊപ്പം ഘടിപ്പിച്ച LED ലൈറ്റുകൾ രാത്രിയിൽ മരത്തെ സ്വപ്നസമാനമായ ദൃശ്യമാക്കി മാറ്റി. മരച്ചുവട്ടിൽ ഫോട്ടോയും സെൽഫിയും എടുക്കാൻ ദിനംപ്രതി നിരവധി പേരാണ് എത്തുന്നത്. സിനിമയിൽ അജയൻ ചാലിശ്ശേരിയുടെ ഒപ്പം നിൽക്കുന്ന കലാകാരന്മാർ തന്നെയാണ് സരസ്സുമേളയിലും സജീവമായതെന്ന് അജയൻ ചാലിശ്ശേരി പറഞ്ഞു. ദേശീയ സരസ്മേള 2026 ചാലിശ്ശേരിയിൽ വെച്ചിട്ടാണ് പ്രാവശ്യം നടക്കുന്നത്. അതിനെ ബന്ധപ്പെട്ട് ഞാനും അടക്കം ഇതിൻ്റെ പ്രത്യേകതരമായിട്ടുള്ള വ്യക്തികൾ ഇതിൻ്റെ ഡിസൈൻ ടീമിൽ നമ്മളുണ്ടായിരുന്നു. ഞങ്ങളാണ് അവർക്കൊരു വർക്കുകളൊക്കെ ചെയ്തു കൊടുത്തത്. എൻ്റെ ഇപ്പോൾ സിനിമയിൽ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന കലാകാരന്മാരെ തന്നെയാണ് ഒരു ആഴ്ചയായിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് ഇവിടെ അവസാനിപ്പിച്ചത്. എന്തായാലും വളരെ സന്തോഷം. ഇതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത് നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ സരസ്മേളയുടെ ഭാഗമായിട്ട് എത്താൻ കഴിഞ്ഞു. അതിനോടൊരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. ചീഫ് ആർട്ടിസ്റ്റ് PC തിലകനും സംഘവും ചേർന്നാണ് ഈ അപൂർവ കലാസൃഷ്ടിക്ക് രൂപം നൽകിയത്. പ്രകൃതിയെ നശിപ്പിക്കാതെ തന്നെ ഉണങ്ങിയ ഒരു മരത്തെ കലയുടെ ഭാഷയിൽ പുതുജീവൻ നൽകുന്ന റോസാപ്പൂക്കളുടെ മരക്കാഴ്ച സരസ്സുമേളയ്ക്ക് നൽകിയ മനോഹര സമ്മാനമായി മാറി. ജനുവരി 2 അജയൻ ചാലിശ്ശേരിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരിക്കുകയും ചെയ്തിരുന്നു. ശക്തമായ കാറ്റിൽ എടക്കഴിയൂർ 4 കല്ല് ബീച്ച് റോഡിൽ വൈദ്യുതി ലൈനിലേക്ക് കവുങ്ങ് വീണു. മേഖലയിൽ മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സപ്പെട്ടു. തുടർന്ന് നാട്ടുകാർ KSEB ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ച് വൈദ്യുതി വിതരണം പൂർവ്വസ്ഥിതിയിലാക്കി കവുങ്ങ് മുറിച്ചുമാറ്റി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലൈബ്രറിയിലേക്ക് പൂർവ്വ വിദ്യാർത്ഥിയായ മോഹൻ അമ്പലപ്പാട്ട് രചിച്ച പുസ്തകം സമ്മാനിച്ചു. സ്കൂളിലെ 1970-71 10ാം ക്ലാസ് ബാച്ചിലെ വിദ്യാർത്ഥിയാണ് മോഹൻ അമ്പലപ്പാട്ട്. കാഴ്ചയ്ക്കപ്പുറം എന്ന ശീർഷകത്തിൽ ചെറുകഥാ സമാഹാരമാണ് രചിച്ചിട്ടുള്ളത്. ഗാർഗി പബ്ലിഷിംഗ് ആണ് പ്രസാധകർ. സ്കൂൾ പ്രധാന അധ്യാപിക ബീന C ജേക്കബ് പുസ്തകം ഏറ്റുവാങ്ങി. OSA സെക്രട്ടറി KA ഫരീദ് അലി സന്നിഹിതനായി. എരുമപ്പെട്ടി കരിയന്നൂർ സ്വദേശിയായ മോഹൻ ബാങ്ക് ഉദ്യോഗസ്ഥനായി വിരമിച്ചതിനു ശേഷം തൃശൂരിനടുത്ത് മുളങ്കുന്നത്തുകാവിലാണ് താമസിക്കുന്നത്. കരിയന്നൂർ കൈരളി വായനശാലയിലേക്ക് നൽകിയ പുസ്തകം കുഞ്ഞുമോൻ കരിയന്നൂർ ഏറ്റുവാങ്ങി. പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ചിറമനേങ്ങാട് കുടക്കല്ല് പറമ്പിന്റെ പരിപാലനം മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണെന്ന് പരാതി. ഒട്ടനവധി വിനോദസഞ്ചാരികളും പുരാവസ്തു പഠന വിദ്യാർത്ഥികളും സന്ദർശിക്കുന്ന സ്ഥലമാണ് കുടക്കല്ല് പറമ്പ്. ജില്ലയിലെ പ്രധാന പുരാവസ്തു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ചിറമനേങ്ങാട് കുടക്കല്ല് പറമ്പ്. ഇവിടെ മാസങ്ങളായി ഗാർഡനിംഗ് ഉൾപ്പെടെയുള്ള പരിപാലനം മുടങ്ങിയതായി നാട്ടുകാരും സന്ദർശകരും ആരോപിക്കുന്നു. വെള്ളം നനയില്ലാത്തതിനാൽ പുല്ലുകളും ചെടികളും ഉണങ്ങിയ അവസ്ഥയിലാണ്. പുല്ലുകളും ചെടികളും മരങ്ങളും വെട്ടിവൃത്തിയാക്കുന്നില്ലെന്നും പരാതിയുണ്ട്. പരിപാലനത്തിനായി 2 മാസം മുമ്പ് ടെൻഡർ എടുത്ത കമ്പനി പിന്നീട് കുടക്കല്ലുകളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. 4000 വർഷങ്ങൾക്ക് മുമ്പ് അന്നു മരണപ്പെട്ട ഉന്നത കുലജാതരെ മൺകുടം എന്ന് നാം വിളിക്കുന്ന നന്നങ്ങാടിയിലാണ് അടക്കം ചെയ്തിരുന്നത്. അതിനു മുകളിൽ മണ്ണിട്ട് നികത്തി അടയാള സൂചകമായി ഉയരമുള്ള വെട്ടുകല്ലുകൾ കുത്തനെ നിർത്തി അതിനു മുകളിൽ ചെത്തിമിനുക്കിയ കുട പോലുള്ള കല്ലുകൾ വെച്ചാണ് കുടക്കല്ലുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഈ പറമ്പിൽ മാത്രം 69 കുടക്കല്ലുകൾ നിലവിലുണ്ടെങ്കിലും അതിൽ ഇപ്പോൾ പൂർണ്ണരൂപത്തിൽ നിലനിൽക്കുന്നത് 3-4 കുടക്കല്ലുകൾ മാത്രമാണ്. ഇതുകൂടാതെ തൊപ്പിക്കല്ലുകൾ, കൽവൃത്തങ്ങൾ, മോടിക്കല്ലുകൾ എന്നിവയ്ക്കിടയിലും മനുഷ്യരെ അടക്കം ചെയ്തിട്ടുണ്ട്. കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ഈ പറമ്പ് ചുറ്റുഭാഗവും കമ്പിവേലി കെട്ടി ഭദ്രമാക്കിയിട്ടുണ്ടെങ്കിലും പറമ്പിനകത്ത് തെരുവുനായ ശല്യമുള്ളതായും നാട്ടുകാർ പറയുന്നു. കുഷ്ഠരോഗ നിർണയ ക്യാമ്പയിന്റെ കാട്ടകാമ്പാൽ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടത്തി. അശ്വമേധം എന്ന പേരിൽ നടക്കുന്ന ക്യാമ്പയിൻ
കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ജയശ്രീ, പഞ്ചായത്ത് അംഗങ്ങളായ എം പി രാജൻ, സി ടി ഷാജു, സ്വപ്ന പ്രിൻസ്, എൻ കെ ചന്ദ്രവതി, ജിൻസി സജു, ആരോഗ്യ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർ, ആശാപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. കേരള നല്ല ജീവന പ്രസ്ഥാനം നാച്ചുറൽ ഹൈജീനിസ്റ്റ് ഡോക്ടർ പി എ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ തിരൂരിൽ നിന്ന് ആരംഭിച്ച സൈക്കിൾ റാലിക്ക് ജീവ ഗുരുവായൂർ മഞ്ജുളാൽ പരിസരത്ത് സ്വീകരണം നൽകി. തുടർന്ന് നടന്ന ചടങ്ങ് വൈസ് ചെയർമാൻ കെ കെ ജ്യോതിരാജ് ഉദ്ഘാടനം ചെയ്തു. ജീവ പ്രസിഡന്റ് എ കെ സുലോചന ടീച്ചർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, പ്രസ് ക്ലബ് പ്രസിഡന്റ് ജയകുമാർ, പ്രസ് ഫോറം പ്രസിഡന്റ് ലിജിത് തരകൻ എന്നിവർ ആശംസകൾ നേർന്നു. കഴിഞ്ഞ 18 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സൈക്കിൾ യാത്രയിൽ ഇത്തവണ 9 വയസ്സുള്ള പറശ്ശിനിക്കടവ് സ്വദേശി ഗ്യാൻദീപും 71കാരൻ കോവളം സ്വദേശി പ്രഭാകരനും ഉൾപ്പെടെ 40 പേരാണ് പങ്കെടുത്തത്. കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, സെക്രട്ടറി പി ശിവദാസൻ, PI സൈമൺ മാസ്റ്റർ, ട്രഷറർ PA പീതാംബരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. യൂണിയൻ ക്രിസ്ത്യൻ സുവിശേഷ സംഘത്തിന്റെ 74ാമത് വാർഷിക കൺവെൻഷൻ കുന്നംകുളം യൂണിയൻ ഹാൾ റോഡിലുള്ള സംഘം ഗ്രൗണ്ടിൽ ആരംഭിച്ചു. ബുധനാഴ്ച മുതൽ 11-ാം തീയതി ഞായറാഴ്ച വരെയാണ് കൺവെൻഷൻ നടക്കുന്നത്. കൺവെൻഷനിൽ മിഷൻസ് ഇന്ത്യയിലെ ബ്രദർ ജോർജ് ചെറിയാൻ തിരുവല്ല, സുവിശേഷകൻ ബ്രദർ ജോർജ് ഉമ്മൻ പി റാണി എന്നിവർ മുഖ്യവചന ശുശ്രൂഷ നിർവഹിക്കും. കൂടാതെ മറ്റ് ദേവദാസന്മാരുടെ പ്രബോധനങ്ങളും സാക്ഷ്യങ്ങളും ഉണ്ടാകും. എല്ലാ ദിവസവും വൈകിട്ട് 6:30 പൊതുയോഗം നടക്കും. ജനുവരി 8, 9, 10 തീയതികളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ വേദപഠനത്തോടുകൂടിയ പൊതുയോഗവും ക്രമീകരിച്ചിട്ടുണ്ട്. ആരംഭ ദിവസമായ ബുധനാഴ്ച മിഷൻസ് ഇന്ത്യ ബ്രദർ ജോർജ് ചെറിയാൻ തിരുവല്ല വചന ശുശ്രൂഷ നടത്തി. സമാപന ദിവസമായ 11-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് യൂണിയൻ ക്രിസ്ത്യൻ സുവിശേഷ സംഘത്തിന്റെ 73ാമത് വാർഷികാഘോഷവും സൺഡേ സ്കൂൾ സമ്മാനദാനവും നടക്കും. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഇന്റർനാഷണൽ ബുഡോഖാൻ കരാട്ടെ ഗ്രേഡിംഗ് ടെസ്റ്റ് സംഘടിപ്പിച്ചു. ശാരീരിക ക്ഷമത കൈവരിക്കുന്നതിനും മാനസികാരോഗ്യം നിലനിർത്തുന്നതിനും കരാട്ടെ പരിശീലനം സഹായകരമാകുമെന്ന് ഗ്രേഡിംഗ് ടെസ്റ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഒഐസി പറഞ്ഞു. പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ സി രാധാമണി എന്നിവർ സംസാരിച്ചു. കരാട്ടെ ഗ്രേഡിംഗ് ടെസ്റ്റ് ഇന്റർനാഷണൽ ടെക്നിക്കൽ ഡയറക്ടർ കോശി, അഡ്വക്കേറ്റ് വി ആർ പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി. ചീഫ് ഇൻസ്ട്രക്ടേഴ്സായ റിജു സൈനാസ്, അഷ്റഫ്, സുരേഷ് മുസ്തഫ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. വിവിധ ഗ്രേഡിംഗ് ടെസ്റ്റുകളിലായി 400-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വിജയികളായ വിദ്യാർത്ഥികൾക്ക് മെഡലും സർട്ടിഫിക്കറ്റും നൽകി അനുമോദിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,650 രൂപ, പവന് 1,01,200 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 255 രൂപ. ചരമം. തയ്യൂർ കോട്ടക്കുന്ന് വാർഡ് ലക്ഷം വീട് ഉന്നതിയിൽ പാറയ്ക്കൽ പരേതനായ സുധാകരൻ ഭാര്യ ദാക്ഷായിണി എന്ന തങ്ക നിര്യാതയായി. 73 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി പുണ്യതീരത്ത് നടത്തി. ബിഞ്ചുഷ്, ബിഷോർ, സിന്ധു എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കുന്നംകുളം നഗരസഭയിൽ സ്ഥിരം സമിതി അധ്യക്ഷരെ തെരഞ്ഞെടുത്തു. 3 സ്ഥിരം സമിതികളിൽ അധ്യക്ഷരായി CPIM-ഉം 2 എണ്ണത്തിൽ കോൺഗ്രസും വിജയിച്ചു. പൊതുമരാമത്ത്, വിദ്യാഭ്യാസം സ്ഥിരം സമിതികളിലേക്ക് BJP അംഗങ്ങൾ മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. നഗരസഭാ ഭരണത്തിൽ CPIM കോൺഗ്രസ് ധാരണയെന്നാരോപിച്ച് BJP പ്രതിഷേധം. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ SDPI അംഗത്തിന് കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണ. വികസന സ്ഥിരം സമിതിയിലേക്കുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ SDPI അംഗം ഷഹീദിനെ 4 കോൺഗ്രസ് അംഗങ്ങൾ വോട്ട് ചെയ്തു. പ്രതിഷേധവുമായി ഒരംഗം വിട്ടുനിന്നു. കലയോടൊപ്പം വിദ്യാഭ്യാസവും ഒരുമിച്ച് കൊണ്ടുപോയെങ്കിൽ മാത്രമാണ് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് നടൻ ശിവജി ഗുരുവായൂർ. പുനേർകുളം അമൽ സ്കൂളിൽ തൃശൂർ സഹോദയ സ്കൂൾ കോംപ്ലക്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ കിഡ്സ് ഫെസ്റ്റ് വർണ്ണാഭം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.